SIO എല്ലാ അവധിക്കാലങ്ങളിലും അതിൻ്റെ കേരളത്തിലെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. നമുക്കറിയാം, വേനലവധിയിലേക്ക് കടക്കുന്ന എക്സാമിൻ്റെ ഒരു ചൂടൊക്കെ കഴിഞ്ഞ് ഒരു വേനലിൻ്റെ ഒരു ചൂടിലേക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് SIO അവരെ അഭിമുഖീകരിക്കുന്നിടത്ത് ഇപ്പോൾ SSLC കഴിഞ്ഞുകൊണ്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഒരു ജീവിതത്തിലെ ഒരു വിദ്യാഭ്യാസ കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്ന സ്വഭാവത്തിൽ അവരുടെ ഒരു മുന്നോട്ട് പോക്കിനെ കുറച്ചും കൂടിയും അവർക്കൊരു തുറവി സമ്മാനിക്കുന്ന വ്യത്യസ്ത ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സവിശേഷമായി ടീൻസ് മീറ്റ് എന്ന പേരിൽ ഒരു 3 ദിവസത്തെ ഒരു സഹവാസ ക്യാമ്പുകൾ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അത് പത്തനംതിട്ട ജില്ലയിലെ ക്യാമ്പ് പൂർത്തിയായി. കേരളത്തിൽ 40-ലധികം ക്യാമ്പുകൾ ആണ് SIO ജില്ലാതലങ്ങളിൽ മേഖലാതലങ്ങളിലായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അതിൽ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് SIO അതിനെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പുതിയ കാലത്ത് ഒരു വിദ്യാർത്ഥിത്വത്തെ കുറച്ചുകൂടി ക്രിയേറ്റീവായി ഒരു ക്രിയേറ്റീവ് സ്റ്റുഡൻ്റ് എന്ന നിലക്ക് നമുക്കറിയാം, സ്ക്രീൻ ടൈം ധാരാളമായി വർദ്ധിച്ചൊരു കാലമാണ്. അത് പ്രായഭേദമന്യേ ആളുകളിൽ സ്ക്രീൻ ടൈം കൂടിയൊരു കാലമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രതിസന്ധികൾ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായി അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ നിർണ്ണയിച്ചെടുക്കാൻ കഴിയുന്ന ക്യാമ്പിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേവലം സെഷനുകൾ മാത്രമല്ല, വളരെ ഇൻറ്ററാക്റ്റീവ് സെഷനുകൾ, അതോടൊപ്പം ആക്ടിവിറ്റി ഓറിയൻറ്റഡായ സെഷനുകൾ, ട്രക്കിംഗ് അടക്കമുള്ള യാത്രകൾ, അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നൊരു ക്യാമ്പായി കുറച്ചും കൂടി അവർക്ക് അവരുടെ ഒരു കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ എങ്ങനെയാണ് അവർ അഭിമുഖീകരിക്കേണ്ടത്, പുതിയ കാലത്ത് ഈ സമൂഹത്തിനകത്ത് ഒരു റെസ്പോൺസിബിൾ സ്റ്റുഡൻസ് എന്ന അർത്ഥത്തിൽ കൂടി മുന്നോട്ട് പോക്കിനെ വിഭാവന ചെയ്യുന്ന ക്യാമ്പുകൾ കൂടിയാണ് നമ്മൾക്കിടയിലുള്ളത്. അതിന് പുറമെ ധാരാളം പരിപാടികൾ കൂടി ഈ ഒരു ക്യാമ്പയിൻ കാലയളവിൽ SIO സംഘടിപ്പിക്കുന്നുണ്ട്. സ്പോർട്സ് മീറ്റുകൾ, സേവനപരമായ ചില കാര്യങ്ങൾ അവരിലേക്ക് ആ ഓറിയൻറ്റേഷനിൽ നിന്നുകൊണ്ടുള്ള പരിപാടികളൊക്കെയുമായിട്ടാണ് SIO അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സ്കൂൾ തുറക്കുന്ന ഒരു സമയം വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത ആംഗിളിൽ നിന്നുകൊണ്ടുള്ള പരിപാടികളും പ്രോഗ്രാമുകളാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.